നമ്മുടെ ജാവയിലെ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ജാവ പറഞ്ഞു. ഇനി നമുക്ക് ബേസിക് ടെർമിനോളജീസ് ആണ്. ജാവയൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ടേംസ് ആണ് നമുക്ക് പറയുന്നത്. ആദ്യം നമുക്കുള്ളത് വേരിയബിൾസ് ആണ്. ജാവയിലെ വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ് വേരിയബിൾ? വേരിയബിൾ നമ്മുടെ മറ്റ് ലാംഗ്വേജുകളിലും അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിച്ച പോലെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന എന്തിനേയുമാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെയും ജാവയിലാണെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേരിയബിളിൻ്റെ ഡ്യൂട്ടി. എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റാം എന്ന് വിളിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറി അല്ലേ. ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് കുറേ ചെറിയ ചെറിയ സെല്ലുകൾ കൂടി ചേർന്നാണ് നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടായിരിക്കുന്നത്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, the total capacity of the RAM is divided into a number of cells, and each cell is addressed by, in order to identify each cell, it has a unique number starting from 0, 1, 2, 3, 4 etc. up to 1000. It can be up to 1000. അങ്ങനെ മേളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ പോയി ഇത് 1000 ആകാം, അങ്ങനെ മേളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ സെല്ലുകളുടെ ഒരു കളക്ഷനാണ് നമ്മുടെ റാം എന്ന് വിളിക്കുന്നത് അല്ലേ. സോ ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ റാം ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ സെൽസ് വി ഹാവ് given numbers to these cells. In order to identify the cells, a number is assigned to that particular cell and that number is called address. Okay, so ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിട്ട് ഈ അഡ്രസ്സുകളെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്ന ഡിഫിക്കൽട്ടാണ്. സോ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെമ്മറിക്ക് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എ എന്ന് വിളിക്കുന്ന ലൊക്കേഷൻ ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ റാമിലെ 3 എന്ന് വിളിക്കുന്ന അഡ്രസ്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, ആ പേര് ഓർത്തിരുന്നാൽ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഈ സെല്ലുകളെക്കുറിച്ചോ അഡ്രസ്സുകളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ സ്റ്റുഡൻസ് എല്ലാം ഇരിക്കുന്നു. ഒരു ടീച്ചർക്ക് ഒരു കുട്ടികളുടെ പേരറിയില്ല എങ്കിൽ ടീച്ചർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ട് 4th ബെഞ്ചിൽ ആദ്യം ഇരിക്കുന്ന ആൾ അല്ല ലാസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് വൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അപ്പോൾ ടീച്ചർ ഒരു എക്സ്ട്രാ വർക്ക് കൂടെ ചെയ്യണം. എന്താണ് വർക്ക്? ഏത് സ്ഥലത്താണ് ആളിരിക്കുന്നത്. ബെഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ചെയറിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും. നമുക്ക് പറയാം 15ാമത് ഇരിക്കുന്ന ആൾ 20ാമത് ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ടീച്ചറെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് പക്ഷേ അതിനേക്കാൾ ബെറ്റർ ടീച്ചർക്ക് പേരറിയാമെങ്കിൽ ദ ടീച്ചർ ഡസ് നോട്ട് ഹാവ് ടു ബോദർ അബൌട്ട് where the student is sitting, the location where the student is sitting there. Okay, so the teacher can directly call the name. ടീച്ചറിൻ്റെ പേര് പറയാം. അപ്പം പേര് ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഇൻഡയറക്റ്റ് ആ ലൊക്കേഷനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഓരോ സമയത്തും നിങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കും അല്ലേ. സോ ഇത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ റാമിലെ ഓരോ സെല്ലുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ആക്ച്വലി വേരിയബിൾ. ആൻഡ് ഈ മെമ്മറി സെല്ലിൻ്റെ പ്രത്യേകത, വി ക്യാൻ സ്റ്റോർ ദ ഡാറ്റ ടു ദ സെൽ ആൻഡ് വി ക്യാൻ ടേക്ക് ദ ഡാറ്റ ഫ്രം ദ സെൽ. ദാറ്റ് മീൻസ് നമുക്ക് അങ്ങോട്ടേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും പറ്റും, ആവശ്യമുള്ളപ്പോൾ ഡാറ്റ ഇങ്ങോട്ടേക്ക് എടുക്കാനും പറ്റും എന്നുള്ളതാണ് വേരിയബിൾസ് യൂസ് ചെയ്യാനുള്ള ബെനിഫിറ്റ്. ഓക്കെ, സോ ഈ വേരിയബിളിൻ്റെ പ്രത്യേകത, അപ്പോൾ വേരിയബിൾ ഇസ് ദ നെയിം ഓഫ് മെമ്മറി സെൽസ് ടു വിച്ച് വി ക്യാൻ സ്റ്റോർ ഡാറ്റ ഓർ ഫ്രം വിച്ച് ഡാറ്റ വി ക്യാൻ ടേക്ക് ഡാറ്റ. ദ ഡ്യൂട്ടി ഓഫ് എ വേരിയബിൾ ഈസ് ടു സ്റ്റോർ സം വാല്യൂ. ഈ എ എന്ന് വിളിക്കുന്ന മെമ്മറിക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 10 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്താൽ ഈ എയുടെ റെസ്പോൺസിബിലിറ്റി എന്താ, ഈ 10നെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി എ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടറിനകത്തെ ഒരു മെമ്മറിയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 1000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ബി എന്ന് പറയുന്ന വാല്യൂ വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അവിടെ 25 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ ഈ ബി എന്ന് പറയുന്നതാണ് വേരിയബിളിൻ്റെ പേര്. ദാറ്റ് റെപ്രസെൻറ്റ്സ് എ വാല്യൂ കോൾഡ് 25. ആക്ച്വലി ഇത് നമ്മൾ ഇൻഡയറക്ട്ലി ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി ആക്സസ് ചെയ്യുന്നത്, ബി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി ആക്സസ് ചെയ്യുന്നത് ഈ 1000 എന്ന് പറയുന്ന ലൊക്കേഷനെയാണ് അല്ലേ. ഇത് തന്നെയാണ് വേരിയബിളിൻ്റെ പ്രത്യേകത. കമ്പ്യൂട്ടറിൻ്റെ റാമിലെ ഓരോ സെല്ലുകൾക്കും കൊടുത്തിരിക്കുന്ന പേരാണ് വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വാല്യൂ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ പല സമയത്തും മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. സോ വേരിയബിൾ ഇസ് എ നെയിം ഓഫ് മെമ്മറി സെൽസ് ടു വിച്ച് വി ക്യാൻ സ്റ്റോർ സം ഡാറ്റ ഓർ ഫ്രം വിച്ച് വി ക്യാൻ ടേക്ക് സം ഡാറ്റ. The data stored in a variable, the duty of a variable is to store some value and the value stored in the variable may be changed. Okay, ഇതാണ് നമുക്ക് വേരിയബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഐഡൻറ്റിഫയർ ആണ്. എന്താണ് ഐഡൻറ്റിഫയർ? നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് വേരിയബിൾസ് ഉണ്ട് അല്ലേ. ഈ വേരിയബിൾസ്
നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയണം എന്ത് ചെയ്യണം, നമുക്ക് പേര് തന്നിരിക്കുന്ന പോലെ വേരിയബിൾസിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ഈ പേരിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഐഡന്റിഫയർ ഇസ് എ നെയിം ഗിവൺ ടു യൂസർ ഡിഫൈൻഡ് കമ്പോണൻസ്, എക്സാമ്പിൾ വേരിയബിൾ ഇൻ എ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് പോലുള്ള യൂസർ തീരുമാനമെടുക്കുന്ന യൂസർ ഡിഫൈൻഡ് ആയ കമ്പോണൻസിന് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾസ്. ഐഡന്റിഫയറിന്റെ ഉദ്ദേശം ടു ഐഡന്റിഫൈ, നമ്മുടെ പേര്. നമ്മുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെങ്കിൽ 60 പേരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്ക് പേര് കിട്ടിയിരിക്കുന്നത് ടു ഐഡന്റിഫയേഴ്സ്. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളെ തിരിച്ചറിയുക. അതുപോലെ തന്നെ വേരിയബിളിനെ തിരിച്ചറിയുക. ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, അവർക്കൊരു പേര് കൊടുക്കണം. ആ കൊടുക്കുന്ന പേരിനെയാണ് ഐഡന്റിഫയർ എന്ന് വിളിക്കുന്നത്. അതിന് ഐഡന്റിഫയർ എന്ന് പേര് കൊടുക്കാൻ തന്നെ കാരണം ഇതിൻ്റെ ഉദ്ദേശം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായും 5 റൂൾസ് അറിഞ്ഞിരിക്കണം. നമ്മളൊരു വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട 5 നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം, ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് സിമ്പിൾ. നിങ്ങൾ ഒരു വേരിയബിളിന്റെ പേര് കൊടുക്കുമ്പോൾ അതിനകത്ത് ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സ് ഫ്രം 0 to 9 യൂസ് ചെയ്യാം, യു ക്യാൻ യൂസ് സിമ്പിൾസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ക്യാൻ ബി കോമ്പിനേഷൻ ഓഫ് ഒരു സം എന്ന് പറഞ്ഞാൽ സം എന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് SUM കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സം 1 എന്ന് എഴുതാം, ഇതെന്താ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സം _ നമ്പർ എന്ന് എഴുതാം, ഇതെന്താ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് എ സിമ്പിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോമ്പിനേഷൻ, ഇത് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് സിമ്പിൾ. ഓക്കെ, സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് സിമ്പിൾ. അതാണ് ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂള് പറയുന്നത്, പക്ഷേ നമുക്ക് സിമ്പിളും ഡിജിറ്റും ഒക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഒരിക്കലും ഒരു വേരിയബിളിന്റെ പേര് ആൽഫബറ്റിൽ തുടങ്ങരുത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സം 1 എന്ന് എഴുതാം, പക്ഷേ 1 സം എന്ന് എഴുതിയാൽ തെറ്റാണ്. കാരണം ഒരിക്കലും വേരിയബിളിന്റെ പേര് ഐഡന്റിഫയർ ഒരിക്കലും ഒരു ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. Okay, and the third rule is only underscore can be used as a symbol in identifier. Only underscore can be used as a symbol. Okay, only underscore can be used as a symbol in an identifier. So what is meant by underscore? Suppose നമുക്ക് പല സമയങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് സേവ് ചെയ്യണം. അപ്പം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് സ്പേസ് ഓ സ്പേസ് ബർത്ത് എന്ന് സേവ് ചെയ്യാം. ഈ സമയത്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചില പ്രോഗ്രാമേഴ്സ് ചിലർ പറയുന്നുണ്ട്, ഇൻസിസ്റ്റ് ചെയ്യും ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വേണം. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് DOB എന്ന് കൊടുക്കുക അല്ലേ, അതല്ല ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ സിംഗിൾ വേർഡ്, സ്പേസ് ഇടാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന സൊല്യൂഷൻ, യു ക്യാൻ യൂസ് അണ്ടർസ്കോർ ഇൻ ബിറ്റ്വീൻ ദ വേർഡ്സ്. ഓക്കെ, സോ ഒരിക്കലും അണ്ടർസ്കോർ അല്ലാതെയുള്ള മറ്റൊരു സിമ്പലും ഇൻക്ലൂഡിങ് സ്പേസ്, @ ഹാഷ്, ഡോളർ ഇതുപോലുള്ള ഒരു സിമ്പൽ നമ്മൾ വേരിയബിളിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഒരേ ഒരു സിമ്പൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ദാറ്റ് ഈസ് അണ്ടർസ്കോർ. സോ വി ആർ നോട്ട് അലൗഡ് ടു യൂസ് എനി സിമ്പൽ അതർ ദാൻ അണ്ടർസ്കോർ. അതാണ് മൂന്നാമത്തെ റൂൾ പറയുന്നത്. ഓൺലി അണ്ടർസ്കോർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിമ്പൽ. ഓൺലി ഡിജിറ്റ് ക്യാൻ ബി യൂസ്ഡ് ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി at the front, and it can be a combination of alphabets, digits and a symbol. So these are the 3 rules, and we are going to the 4th rule. നാലാമത്തെ റൂള് പറയുന്നതിന് മുമ്പ് ഞാൻ 5ാമത്തെ റൂള് പറഞ്ഞ ശേഷം തിരിച്ചു വരുവാണ്. 5ാമത്തെ റൂള് ഒരു കമ്പൽസറി റൂളല്ല. നിങ്ങൾക്ക് 32 ക്യാരക്ടർ വരെ ഉള്ള ആൽഫബറ്റ്സ് വേരിയബിൾ നെയിംസ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ 100 ക്യാരക്ടറുള്ള വേരിയബിൾ നെയിം എടുത്താലും ജാവ എറർ കാണിക്കത്തില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഓൺലി ദ ഫസ്റ്റ് 32 ക്യാരക്ടർ വിൽ ബി ആക്സെപ്റ്റഡ്. റിമൈനിങ് ക്യാരക്ടർ വിൽ ബി നെഗ്ലക്റ്റഡ് ബൈ ദ കമ്പൈലർ. അതുകൊണ്ട് നിങ്ങൾ 100 ക്യാരക്ടർ കൊടുത്തെന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങളുടെ വേരിയബിളിൻ്റെ 100 ക്യാരക്ടർ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജാവ ആദ്യത്തെ 32 ക്യാരക്ടർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. യു ക്യാൻ ടൈപ്പ്, ഓക്കെ, പക്ഷേ 32 ക്യാരക്ടർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതൊരു കമ്പൽസറി റൂളല്ല നിങ്ങൾക്ക്, പക്ഷേ ജാവയിലുള്ള റൂളാണ്. വേരിയബിൾ എടുക്കുമ്പോൾ മാക്സിമം 32 ക്യാരക്ടറുകൾ കുറവാക്കാൻ ശ്രമിക്കുക. പക്ഷേ 38 ഒരു വേരിയബിൾ എടുക്കുമ്പോൾ ഇങ്ങനെ 32 ക്യാരക്ടർ ഒന്നും ഒരിക്കലും കൊടുക്കരുത്. മാക്സിമം ഒരു 4 ആൽഫബറ്റ്സ് അല്ലെങ്കിൽ 4 ക്യാരക്ടേഴ്സ്, അതിനകത്ത് നമ്പറോ സിമ്പലോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ മാക്സിമം
ഒരു സജഷനാണ്. ബെറ്റർ ടു യൂസ് എ വേരിയബിൾ നെയിം ഹാവിങ് മാക്സിമം ലെങ്ത് ഓഫ് 4 ക്യാരക്ടേഴ്സ്. ഓക്കെ, അതിന് താഴേക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, മുകളിലേക്ക് ഉപയോഗിക്കരുത്. ഇതാണ് 5ാമത്തെ റൂൾ. ദെൻ 4ാമത്തെ റൂള്, യു ഷുഡ് നോട്ട് ബി സെയിം ആസ് കീവേഡ്. നമ്മൾ ബാക്കി എല്ലാ ലാംഗ്വേജിനെയും പോലെ ജാവയ്ക്കകത്തും കീവേഡ്സ് ഉണ്ട്. ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന, കമ്പ്യൂട്ടറിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കമ്പൈലറിന് പ്രീ ഡിഫൈൻഡ് ആയി നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടാണ് കീവേഡ്സ് എപ്പോഴും ലോവർ കേസ് ലെറ്ററിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജാവയിലും സെയിം റൂള് തന്നെയാണ്. ദ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ആണ് കീവേഡ്സ്. അവരെ മാക്സിമം ജാവയ്ക്കകത്ത് 50 കീവേഡ്സ് ആണ്. സിയിലുണ്ടായിരുന്ന 32 കീവേഡ്സ് ആണ് സിയിലുണ്ടായിരുന്നത്. C++ വന്നപ്പോൾ അവിടെ 48 കീവേഡ്സ് ആയി. ജാവയ്ക്കകത്ത് 50 കീവേഡ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 50 കീവേഡ്സും കീവേഡ് ആകണമെങ്കിൽ ദ ഷുഡ് ബി റിട്ടേൺ ഓൺലി ഇൻ ലോവർ കേസ് ലെറ്റേഴ്സ്. നമ്മൾ കീവേഡ് സി പഠിച്ചിട്ടുണ്ട്. ഇൻഡ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ അല്ലേ, ഫോർ, ഇഫ്, എൽസ്, വൈൽ, കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ കീവേഡ്, സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ കീവേഡ് പഠിച്ചിട്ടുണ്ട്. ഈ കീവേഡുകളൊന്നും വേരിയബിളിൻ്റെ പേരായിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇതാണ് 5 റൂൾസ്. ഒരു ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കുന്ന 5 റൂൾസ്. വി ക്യാൻ യൂസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് സിംബൽ. Okay, but we are not allowed to use the digit at the beginning. And the third one is you can use symbol underscore, and we are not allowed to use any symbol other than underscore. So we are not allowed to use @ exclamation, hash, dollar, percentage. All these things are not allowed to be used in a variable name. Only underscore can be used in a variable name, and the length should be less than 32 characters. That means we are not allowed to use the variable name having more than 32 characters, but it's not a compulsory rule. We can have the characters, we can have the variable names more than 32 characters, but the computer will accept only in the first 32 characters. Okay, so you can have the variable name having 100 characters in your program, but the computer will not accept. It will not generate any error, but the problem is that it will accept only the first 32 character. Okay, and the second one is, and the last one is it should not be same as keyword. ഓക്കെ, സോ ഇതാണ് വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ്. ഓക്കെ, ഞാൻ ഈ റൂൾസിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുവാണ് പെയിൻറ്റിൽ. ഓക്കെ, ഇതിനകത്ത് ഞാൻ കുറച്ച് വേരിയബിളിൻ്റെ പേര് എഴുതിയിടുന്നുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് വാലിഡ്, ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്ന് നോക്കിയ ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ റൂള് ഞാൻ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഒന്നാമത്തേത് സം, 2 ഏരിയ ഓഫ് സർക്കിൾ, 3 1 ഏരിയ *c @age date of birth. Okay, then sum 1. Okay, then ഇത്രയുമാണ് നമ്മൾ. one more thing, underscore age. ഇത്രയും വേരിയബിൾ നെയിം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നോക്കാം ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തേത് വേരിയബിൾ ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ്. ഈ റൂൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വേരിയബിൾ നെയിം വാലിഡ് വേരിയബിൾ നെയിം ആണ്, ഐഡന്റിഫയർ ആണ്. രണ്ടാമത്തെ ഏരിയ ഓഫ് എ സർക്കിൾ, ഇസ് ഇറ്റ് എ വാലിഡ് വേരിയബിൾ നെയിം ഓർ ഇസ് ഇറ്റ് എ വാലിഡ് ഐഡന്റിഫയർ? ദിസ് ഇസ് നോട്ട് എ വാലിഡ് ഐഡന്റിഫയർ because in a variable name we are not allowed to use spaces. Only one symbol is allowed, that is underscore. Space എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ ദിസ് ഇസ് റോങ്. സോ ഹൗ വി ക്യാൻ കറക്റ്റ് ഇറ്റ്? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഏരിയ അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ സർക്കിൾ. അങ്ങനെ ചെയ്താൽ ഇത് കറക്റ്റ് ആവും. ഓക്കെ, സോ 1 ഏരിയ, ദിസ് ഇസ് നോട്ട് കറക്റ്റ് ബിക്കോസ് ദ വേരിയബിൾ നെയിം ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ്. ഓക്കെ, ഇവിടെ 1 എന്നുള്ള ഡിജിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വേരിയബിൾ നെയിം ഒരിക്കലും ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് ഇസ് ഇൻവാലിഡ്. ഓക്കെ, *c, ഇത് റോങ് ആണ്. കാരണം * എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കാൻ പാടില്ല. ഓൺലി അണ്ടർസ്കോർ ക്യാൻ ബി യൂസ്. ദിസ് വൺ ഇസ് റോങ്. ആൻഡ് @age സെയിം തന്നെയാണ്. @ സിമ്പിൾ യൂസ് ചെയ്യാൻ പാടില്ല. റോങ്. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, വി ആർ നോട്ട് അലൗഡ് ടു ഹാവ് സ്പേസസ്. സോ ഇഫ് യു വാണ്ട്, യു ക്യാൻ complete, you can connect these words using
underscore. Okay, so someone, this is a combination of alphabet and digit is a ആദ്യത്തെ നമ്മുടെ ഒന്നാമത്തെ റൂള് വാലിഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അണ്ടർസ്കോർ ഏജ്, ഇത് വാലിഡ് ആണോ? ഇത് വാലിഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അണ്ടർസ്കോർ ഏജ് എന്ന് പറയുന്ന അണ്ടർസ്കോർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു സിമ്പിളാണ് അണ്ടർസ്കോർ. അതുപോലെ നമുക്ക് ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ്. വി ക്യാൻ യൂസ് അണ്ടർസ്കോർ എനിവെയർ ഇൻ എ വേരിയബിൾ നെയിം, അറ്റ് ദ ഫ്രണ്ട്, അറ്റ് ദ മിഡിൽ ഓർ അറ്റ് ദ എൻഡ്. യു ക്യാൻ യൂസ് ദ അണ്ടർസ്കോർ സിമ്പിൾ എനിവെയർ ഇൻ എ വേരിയബിൾ നെയിം. സോ അണ്ടർസ്കോർ ക്യാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻ ദ വേരിയബിൾ നെയിം. So this one is a valid one, but digits are not allowed at the beginning. So underscore can be used anywhere, digits are not allowed at the beginning. Okay, so ഇതാണ് നമ്മുടെ ഒരു വേരിയബിളിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ്. ഓക്കെ.